ദ ആർട്ട് ഓഫ് അഡ്വൈസ്. ഉപദേശം എന്ന വാക്ക് ശരിയായ അർത്ഥത്തിലും ചിലപ്പോഴൊക്കെ ആക്ഷേപഹാസ്യ രൂപത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അതായത് നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഒരു പരിഹസിക്കുന്ന അർത്ഥത്തിലും. ആ ആളൊരു ഉപദേശി വന്നു ഉപദേശം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ഈ നാം എന്നും കേൾക്കുന്നതും നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുത. ഉപദേശിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ആരുമില്ല എന്ന് തന്നെ പറയാം. ചില ആൾക്കാർ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുന്നത് പോലെ നമുക്ക് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തതും നമ്മൾ നിർലോഭം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു കാര്യം വലിയ ചിലവൊന്നും ഇല്ലാതെ. അതുകൊണ്ടായിരിക്കാം മലയാള ഭാഷയിലെ ഉപദേശക വൃന്ദം എന്നൊരു പദം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ തീം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉപദേശം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉപദേശം കൊടുക്കണോ? എപ്പോഴൊക്കെയാണ് ഉപദേശം കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കുന്ന ഉപദേശം എല്ലാവരും അതിൻ്റെ അർത്ഥത്തിലായിട്ട് സ്വീകരിക്കുമോ? ഉപദേശം കൊടുക്കുവാൻ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്ന ചെറിയ കാഴ്ചപ്പാടിലൂടെ ഒന്ന് കടന്നു പോവാം. ഇനി വാട്ട് ഈസ് അഡ്വൈസ്? എന്താണ് ഉപദേശം? അഡ്വൈസ് ഈസ് എ സ്പിരിച്വൽ ഓഫറിംഗ് ഓഫ് ഇൻസൈറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. അനുഭവത്തിൻ്റെ നിറമുള്ള ആത്മീയ സമർപ്പണമാണ് ഉപദേശം. ഒരു വ്യക്തി തൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വരുമ്പോൾ കൊടുക്കുന്ന, അവരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുറച്ച് വാചകങ്ങളാണ് ഉപദേശം. ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സീൻ ആൻഡ് ദ അൺസീൻ. കാണുന്ന കാഴ്ചകളുടെയും കാണാത്ത കാഴ്ചകളുടെയും ഇടയിലെ പാലം. ഇവിടെ കാണാത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെ കണ്ടുകൊണ്ടുള്ള കാണാത്ത കാഴ്ച. ബിറ്റ്വീൻ നോളജ് ആൻഡ് ഫ്രീഡം. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഇടയിലുള്ള ഒരു പാലം. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് അജ്ഞതയിൽ നിന്നുള്ള ഒരു വെളിച്ചം, അജ്ഞതയിൽ നിന്നും കടക്കാനുള്ളൊരു വെളിച്ചം എന്നുള്ളത് കണക്കാക്കാം. ബിറ്റ്വീൻ നോളജ് ആൻഡ് ജ്ഞാനം. അതായത് ഒരാളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു സാന്നിധ്യമായി ഉപദേശത്തിനെ കണക്കാക്കണം. വൈ ഡു വി അഡ്വൈസ്? ടു ഷെയർ അണ്ടർസ്റ്റാൻഡിങ്, നോട്ട് അവർ സുപ്പീരിയോറിറ്റി. നമ്മളിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയായിരിക്കണം ഉപദേശം. അല്ലാതെ നമ്മുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആത്മഗർവം വെളിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കരുത് ഒരിക്കലും. ഔട്ട് ഓഫ് ലവ്, കെയർ ആൻഡ് ഡിസയർ ടു അപ്ലിഫ്റ്റ്. സ്നേഹത്താൽ, ആത്മാർത്ഥത കൊണ്ട് ഒരാളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്തയിൽ, സംടൈംസ് അൺകോൺഷ്യസ്ലി, ചിലപ്പോൾ ഒരു ബോധപൂർവമല്ലാതെയും സംടൈംസ് ഇൻറ്റൻഷനലി അദ്ദേഹത്തിനെ ഒന്ന് ഉപദേശിച്ച് നോക്കണം എന്നുള്ള യഥാർത്ഥ മനസ്ഥിതിയോട് കൂടിയിട്ടും ഉപദേശിക്കാറുണ്ട്. ഹു നീഡ്സ് അഡ്വൈസ്? എവ്രി വൺ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ഈ ഉപദേശം ഒരിക്കലെങ്കിലും ഉപദേശം കാക്ഷിക്കാത്ത, അല്ലെങ്കിൽ എനിക്കൊരു ഉപദേശം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല. ദോസ് ഹു ക്രോസ് റോഡ്സ്. ഒരു പുതിയ പാത തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, അതായത് ഒരു വഴിത്തിരിവിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എന്ന ചിന്തയുമായി നിൽക്കുമ്പോൾ, പീപ്പിൾ ഗോയിങ് ത്രൂ കൺഫ്യൂഷൻ, ഏതെങ്കിലും ആശയക്കുഴപ്പത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ഉപദേശം ആഗ്രഹിക്കാറുണ്ട്. സ്പിരിച്വൽ സീക്കേഴ്സ്, ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി അവർ കുറച്ചുകൂടിയും ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി ഉപദേശം ഗുരുവിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. ഈവൻ ദ വൈസ്, ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉൾക്കാഴ്ച ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഉപദേശം സ്വീകരിക്കാറുണ്ട്. യങ് മൈൻഡ് ആൻഡ് ലേണേഴ്സ്, വിദ്യാർത്ഥികളും കുട്ടികളും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോലി ഏതാണ്, ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള, ഏതൊക്കെ രീതിയിൽ അത് ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഉപദേശം സ്വീകരിക്കാറുണ്ട്. റെസിസ്റ്റൻസ് ടു അഡ്വൈസ്. ഇനി ഈ കൊടുക്കുന്ന ഉപദേശം എല്ലാവരും സ്വീകരിക്കാറുണ്ടോ? ദ ഈഗോ ഡ്രിവൺ. ചില ആൾക്കാർ, അതായത് അതിയായ ആത്മവിശ്വാസം, എല്ലാം അറിയാവുന്നവനാണ് എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാർ, അവർക്ക് ഉപദേശം പൊതുവെ അവർ ആഗ്രഹിക്കാറില്ല. എനിക്ക് തന്നെ അറിയുന്ന സമയത്ത് ഞാൻ എന്തിനും മറ്റുള്ളവരോട് ഉപദേശം കാക്ഷിക്കണമെന്ന ചിന്തയുള്ള ആൾക്കാർ. ഓവർ കോൺഫിഡൻറ്റ് ഇൻഡിവിജ്വൽസ്.
വളരെയധികം ആത്മവിശ്വാസമുള്ള ആൾക്കാർ, അവർ പൊതുവെ ഉപദേശം തേടാൻ ആഗ്രഹിക്കില്ല. ഫിയർഫുൾ ജഡ്ജ്മെൻറ്റ്. ചില സമയത്ത് ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വളരെ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഒരു കാരണമാവുമോ എന്നുള്ള ഒരു ചെറിയ ഭീതി ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉപദേശത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. പിന്നെ റെബല്ലിയസ് മൈൻഡ്, വിപ്ലവകരമായ ചിന്താഗതിയുള്ള ആൾക്കാർ പൊതുവെ അവരുടെ വഴികളിലൂടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുള്ളൂ. മറ്റുള്ളവരുടെ ഉപദേശത്തിന് വൈമുഖ്യം കാണിക്കവർ. പീപ്പിൾ ഹേർഡ് ബൈ പാസ്റ്റ് അഡ്വൈസ്. പണ്ടത്തെ ഒരു ഉപദേശം കൊണ്ട് തന്നെ മതിയായിട്ടുള്ള ആൾക്കാർ, അയ്യോ ഞാൻ അന്ന് തന്നെ മതിയായി ആളുടെ ഉപദേശം കേട്ടിട്ട്, ഇനി എനിക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞാൻ എൻ്റെ വഴി കൂടെ പോയിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ. സ്പിരിച്വലി സ്റ്റാഗ്നന്റ് പീപ്പിൾ. ആത്മീയപരമായിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവാറും 2-3 ദിവസം വ്രതം എടുക്കാറുണ്ട്, എനിക്കൊരു ഗുരുവിൻ്റെ ആവശ്യമില്ല എന്ന് പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അവർ ഉപദേശത്തിന് പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട്. ഇത് ലൈറ്റ് ആൻഡ് ഷാഡോ ഓഫ് ഗിവിങ് അഡ്വൈസ്. നമുക്ക് പറയാം ഉപദേശത്തിൻ്റെ നിഴലും വെളിച്ചവും, അതായത് അതിൻ്റെ ഗുണവും ദോഷവും. അതിൻ്റെ ഗുണം, ഇറ്റ് എംപവേഴ്സ് അതേഴ്സ്, മറ്റുള്ളവരെ ഉന്നതിയിലേക്ക് നയിക്കുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് സഫറിങ്. ഈ ആകുലതകളെ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. യഥാർത്ഥ രീതിയിൽ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതേപോലെ പ്രവർത്തിക്കുമ്പോൾ ഒരു തടയിടാൻ, മറ്റുള്ള ദോഷഫലങ്ങൾ വരുന്ന കാര്യങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഷെയർസ് ബ്ലെസ്സിങ്സ് ഓഫ് എക്സ്പീരിയൻസ്. ഒരാൾ ഉപദേശം കൊടുക്കുക മിക്കവാറും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഏത് രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് അവർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ആ കൊടുക്കുന്നതിനോടൊപ്പം ഇയാൾ നന്നായി വരട്ടെ എന്നുള്ള ഒരു ബ്ലെസ്സിങ്സ് കൂടി ഉപദേശിക്കപ്പെടുന്ന ആൾക്ക് കിട്ടുമ്പോൾ അത് വളരെയധികം നല്ല ഫലം ചെയ്യും. ഇനി അതിൻ്റെ ദോഷങ്ങൾ ക്യാൻ ബി മിസ്ഇൻ്റർപ്രിറ്റഡ്. നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഏത് രീതിയിലാണ് ഈ കേൾക്കുന്ന ആൾ ആ ഉപദേശം എടുക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയില്ല. മേ സീം ലൈക്ക് ഇൻ്റർഫിയറൻസ്. ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ഉപദേശിക്കുമ്പോൾ ഒരു പക്ഷേ ഉപദേശം സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തോന്നാനുള്ള സാധ്യത ഉണ്ട്. ഇനി ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യാം അവർ. നമ്മളുടെ ഉപദേശം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യം കാണിക്കാതെ ചിലപ്പോൾ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കും. ചില സമയത്ത് അതൊരു ദേഷ്യത്തിൻ്റെ രൂപത്തിൽ പ്രകടമാവാൻ സാധ്യത ഉണ്ട്. വെൻ ഡസ് ഇറ്റ് സെർവ്? എപ്പോഴാണ് ഉപദേശത്തിന് ഫലമുണ്ടാകുന്നത്? വെൻ ആസ്ക്ഡ് വിത്ത് ഓപ്പൺനെസ്. ഒരു വ്യക്തി തുറന്ന മനസ്സോടെ നമ്മളോട് ഒരു ഉപദേശം വേണമെന്ന് ചോദിച്ചാൽ then the soul is ready to receive. ആ സമയത്ത് അവരുടെ ആത്മാവ് നമ്മളുടെ ഉപദേശത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. നമ്മൾ പറയുന്നത് വളരെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് സ്വീകരിച്ചുകൊണ്ട് അതിന്മേലെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങും. വെൻ ഓഫേർഡ് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കം. അതായത് ഒരു ഉദ്ദേശശുദ്ധിയോടെ പ്രതിഫലം ആശിക്കാതെ നമ്മൾ ഉപദേശം കൊടുത്താൽ. അഡ്വൈസ് മസ്റ്റ് ബി ടൈംലി, റെസ്പെക്ട്ഫുൾ ആൻഡ് സേക്രഡ് ഇൻറ്റൻഡ്. സമയോചിതമായി ബഹുമാനത്തോടെ പരിശുദ്ധ വികാരത്തോടെ കൊടുക്കുമ്പോൾ ആ ഉപദേശം സെർവ് ചെയ്യും. ചില ആൾക്കാർ കാണുമ്പോഴെല്ലാം ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അപ്പോൾ എപ്പോഴും കല്യാണത്തിന് പോകുമ്പോൾ മൂപ്പരെ കാണും, മിക്കവാറും എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കും. ഒരു പായസം കഴിക്കാൻ തുടങ്ങും, പായസം നല്ലോണം വെട്ട് വിഴിഞ്ഞിക്കോ, കാരണം പഞ്ചാരയിൽ മുങ്ങിക്കിടക്കില്ലേ, എനിക്ക് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ ഈ കാണുമ്പോഴൊക്കെ ഇത് സംസാരിക്കുമ്പോൾ എല്ലാ കല്യാണത്തിനും പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെയുണ്ട്, നിൻ്റെ ഡയബറ്റിക് കൺട്രോളിലാണോ ചോദിക്കും. ഇപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് അറിയാത്ത ഒരാളും ഇല്ലേ ഒരു കല്യാണത്തിനും പോകുമ്പോൾ. അപ്പോൾ ഏത് സമയത്തും അങ്ങനെ ഉപദേശിക്കുമ്പോൾ ചില സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ദേഷ്യം വരും. ഇദ്ദേഹം എന്താ എപ്പോഴും ഇങ്ങനെ പറയണത്, ഒരു പായസം കഴിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ. അതൊരു നിസ്സാര കാര്യം. അങ്ങനെ ചില വലിയ കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ കൊണ്ട് എത്തിക്കണ ഒരു സ്വഭാവം ഉണ്ട് ഈ ഉപദേശിക്കുന്ന ആൾക്കാർക്ക്. ഇനി നമ്മൾ ഉപദേശിക്കുമ്പോൾ ഒരാളെ കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഉപദേശം കൊടുക്കുക എന്നുള്ളതല്ല വേണ്ടത്.
പ്രത്യേകിച്ച് ഈ ഉപദേശം കാക്ഷിക്കുന്ന വ്യക്തിക്ക് അവർ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സജഷൻ വേണ്ടി വരും. ആ സമയത്ത് കേൾക്കാൻ തയ്യാറാവണം. ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കേൾക്കാൻ ആരുമില്ല, മനസ്സുകൾക്ക് കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ഒരു വ്യക്തികളെ കേൾക്കാൻ തയ്യാറാവുക. അപ്പോൾ എതിർവശത്തിരിക്കുന്ന വ്യക്തി നമ്മളോട് മനസ്സ് തുറക്കും. അപ്പോൾ നമുക്ക് അവരുടെ ആവശ്യം അറിയാം. വളരെ ജെന്റിലായിട്ട് റിഫ്ലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ നിന്നും അവർക്ക് എന്താണ് ആവശ്യമെന്ന് അതിനനുസരിച്ച് വേണം നമ്മുടെ ഉപദേശം. ഇനി ടൈം ഇറ്റ് റൈറ്റ്, സമയബോധത്തോടെ ഉപദേശം കൊടുക്കണം. ഇവിടെ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്നാമത് ഈ കേൾക്കുന്ന ആളുടെയും ഉപദേശിക്കുന്ന ആളുടെയും സമയത്തിനുള്ള ഒരു മൂല്യം കൊടുക്കണം. പിന്നെ ഒരാൾ വളരെ ഇമോഷണലായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് തീരെ ശരിയല്ല. ഇപ്പോൾ രണ്ടാള് ഭയങ്കര വാക്തർക്കത്തിൽ ഇടപെടാണ്, അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മിക്കവാറും കാണാറുണ്ട് ആ ഇടയിൽ പോണ ആൾക്ക് ചീത്ത കേൾക്കും. താനൊന്നും മിണ്ടാതിരിക്കണോ, എനിക്കറിയാം, തനിക്കിതിനെക്കുറിച്ച് വല്ലതും അറിയോ എന്നുള്ളൊരു ചോദ്യം. അതുപോലെ മരണ വീടുകളിൽ കാണാറുണ്ട്. അപ്പോൾ മരിച്ച് അതീവ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ജനനവും മരണവും ഒക്കെ ജീവിതത്തിൻ്റെ പാതകളാണ്, അത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വഴിയിൽ ഉപദേശിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അതോടുകൂടി സ്വീകരിക്കണം, അത് കാരണം വല്ലാതെ ദുഃഖത്തിൽ അകപ്പെടരുത്. ഇത് എല്ലാവർക്കും അറിയാം അത്. പക്ഷെ ആ സമയത്തുള്ള നമ്മളുടെ ദുഃഖം കരഞ്ഞു തീർക്കുമ്പോൾ ഇത്ര അധികം ഉപദേശങ്ങളൊന്നും ഇല്ലാതെ പുറത്ത് വന്നിട്ട് ഒരു തൊടൽ, ഒരു ചെറിയ സ്പർശനം മതിയായിരിക്കും ആ വ്യക്തിയുടെ സങ്കടം ഒന്ന് തീരാൻ. ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഈ വെട്ടാൻ പോകുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം മലയാളത്തിൽ വന്നത്. അതുപോലെ ബിൽഡ് ട്രസ്റ്റ്. ഉപദേശം കൊടുക്കുന്ന വ്യക്തി വളരെ ഓതൻറ്റിക് ആയിട്ട് ആളും വിശ്വസ്തത പാലിക്കുന്ന ആളും സ്വന്തമായി ഒരു നിലപാട് ഉള്ള ആളുമായിരിക്കണം. കേൾക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു നല്ല വ്യക്തിയിൽ നിന്നാണ് വിശ്വാസം നേടിയത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. പിന്നെ നമ്മൾ ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഈ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തുള്ളൊരു ഉപദേശം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത് എന്ന് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കരുത്. അപ്പോൾ അവിടെ വിശ്വസ്തത പോവും. ആ വ്യക്തിയെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റിനുള്ള ഒരു വക വരുത്തും. ഓഫർ, ഡോൺ ഇമ്പോസ്. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്, ഒരു മെലിഞ്ഞ വ്യക്തി, അദ്ദേഹത്തിന് ഇത്ര അധികം ഫുഡ് ആവശ്യമില്ല. പക്ഷെ ആ വിളമ്പി കൊടുക്കുന്ന ആള് ഭയങ്കര ദേഷ്യത്തിൽ ഇത് മുഴുവൻ കഴിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിലാണ്. നമ്മളുടെ ആജ്ഞകൾ ആർക്കും വേണ്ട. നമ്മളുടെ കുട്ടികളോട് ആജ്ഞാപിച്ചു നോക്കൂ, അതുപോലെ ശിഷ്യഗണങ്ങളോട് ആജ്ഞാപിച്ചു നോക്കൂ. ഇപ്പോഴത്തെ കാലത്ത് ആർക്കാണ് അത് വേണ്ടത്? അതിൻ്റെ കൂടെ ഞാനൊരു ആശയം പറയട്ടെ, ഇങ്ങനൊരു അനുഭവം എനിക്ക് വന്നപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് കൂടെ ഇരുന്ന് നല്ല വാക്കുകളിലൂടെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വെളിവാക്കുന്ന പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കാം. അപ്പോൾ ഇറ്റ് ഹോണേഴ്സ് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി. ഈ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി താൻ ചെറുതായി എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടാവുകയുമില്ല. ഇനി മേക്ക് ഇറ്റ് റിലേറ്റബിൾ. ചില ആൾക്കാർ ഉപദേശം പറയുമ്പോൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോകും, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെ കാട് കയറി സംസാരിക്കരുത്. സ്വന്തം അനുഭവങ്ങളെ ബന്ധപ്പെടുത്തി ചിലപ്പോൾ ഒരു കഥയിലൂടെ, ഒരു ഉപമയിലൂടെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒന്ന് ഓർക്കണം, ഈ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് തനതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനെ തീരെ ഹനിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ എന്തെങ്കിലും പറയാൻ. ഡിറ്റാച്ച് ഫ്രം ഔട്ട്കം. നമുക്ക് ഉപദേശം സ്നേഹത്തോടു കൂടി കൊടുക്കാം, ഒരു അറ്റാച്ച്മെൻറ്റോട് കൂടി കൊടുക്കാം. പക്ഷേ ഡിറ്റാച്ച് ഫ്രം ഔട്ട്കം. ഒരു വിത്ത് പാകാൻ വേണ്ടി നിലം ശരിയാക്കാൻ നമുക്ക് സഹായിക്കാം. വിത്ത് തിരഞ്ഞെടുക്കാൻ വേണമെങ്കിലും സഹായിക്കാം. വിത്ത് പാകുന്ന വരെയും നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വിത്ത് പാവി ചെടി വന്ന് ആ ചെടിക്ക് വളം കൊടുക്കുന്നുണ്ടോ, വെള്ളം എത്രയുണ്ട്, അങ്ങനെ ദിവസം എത്ര സെൻറ്റിമീറ്റർ ഉയരം വന്നു ചെടിക്ക്, ഇതൊന്നും നോക്കേണ്ടത് നമ്മുടെ കടമയല്ല. അവർ വിളവെടുക്കുന്നത് ഉപദേശം കിട്ടിയ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ഉപദേശം കൊടുത്തു കഴിഞ്ഞ് ഇടയ്ക്കൊരു അന്വേഷണം നടത്താമെന്നല്ലാതെ ആ ഉപദേശിയാണ് ഞാൻ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോകരുത്. പ്രേ, ഡോണ്ട് പ്രീച്ച്.
എല്ലാ കുട്ടികളും പറയും പ്രസംഗം ചെയ്യണ്ട, എന്താണ് ഒരു നല്ല കാര്യം പറഞ്ഞു തന്നാൽ പോരെ, എത്ര നന്നായിട്ട് പ്രസംഗിക്കണോ എന്ന്. അത് സർക്കാസ്റ്റിക് ആയിട്ടാണ് ചോദിക്കുന്നത്, എത്ര നന്നായിട്ട് പ്രസംഗിക്കണമെന്ന്. ഓഫർ ഇന്നർ സപ്പോർട്ട്. ഞാൻ ഉപദേശിക്കുകയാണ് എന്ന ഭാവത്തിൽ പ്രസംഗിക്കാതിരിക്കാം, അത് ആവർത്തിക്കാതിരിക്കാം. കുട്ടികളോട് നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഏതു കാര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അവരാദ്യം എഴുതുന്ന കാര്യം ഒന്ന് സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കും. അതായത് ഇന്നിപ്പോൾ മാർക്ക് കിട്ടുകയല്ലേ, ഇവിടുന്ന് ഒരു ചാക്ക് കൊണ്ടുപോയിക്കോ, എന്നിട്ട് അതിലെല്ലാതും കൂടിയിട്ട് കൂട്ടിക്കെട്ടി കൊണ്ടുവന്നാൽ മതി. ഒന്നും പഠിക്കാത്ത കുട്ടികളോടാണ് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തത്, അവർ ഒരു കാര്യം പറഞ്ഞാൽ അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്ന് എന്താണോ പറയുന്നത് അതിൻ്റെ വാല്യൂ മുഴുവൻ നഷ്ടപ്പെടുത്തി ആ ഉപദേശം അവരൊരു തമാശയായി കണക്കാക്കുന്ന രീതിയിൽ വരും. അപ്പോൾ പ്രസംഗിക്കാതിരിക്കാം, ആവർത്തിക്കാതിരിക്കാം. ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഈ ആവർത്തിച്ചുള്ള പ്രസംഗം. ദ മോസ്റ്റ് പവർഫുൾ അഡ്വൈസ് ഈസ് സൈലൻസ്. ശാന്തത, ദയയോട് കൂടിയിട്ടുള്ള ഒരു നോട്ടം, ഒരു ചെറിയ കൈസ്പർശനം, ഒരു ചെറിയ തലോടൽ, ഇതൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും മനുഷ്യ മനസ്സിൽ. അപ്പോൾ വെൻ യു യുവർസെൽഫ് ബിക്കം എ മെസ്സേജ്, വേർഡ്സ് ബിക്കം അൺനെസസറി. അഡ്വൈസ് ഈസ് ലൈക്ക് എ സ്നോ. ദ സോഫ്റ്റർ ഇറ്റ് ഫാൾസ്, the longer it dwells upon, and the deeper it sinks into the mind. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.